എന്ത് നിലപാട് സ്വീകരിക്കണം? സൂറത്തുൽ ബഖറ അധ്യായം 2 155 ആയത്ത്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വലനബ്ലുവന്നകും, തീർച്ചയായും നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുന്നതാണ്. നമ്മൾ സാധാരണ ബലാ മുസീബത്തുകൾ എന്നൊക്കെ പറയാറുണ്ടല്ലോ, ആ പ്രയോഗമാണ് വലനബ്ലുവന്നകും. അതിൽ കുറച്ചുകൂടി അറബി ഗ്രാമർ പ്രകാരം ഒരു ലാം, ലനബ്ലുവന്നകും, നബ്ലു എന്ന് പറഞ്ഞാൽ നാം പരീക്ഷിക്കുമെന്നാണ്. ലാം കൊടുത്തത് തഅ്കീദിന്റെ, ഊന്നി, ഇൻഡീഡ്, തീർച്ചയായും എന്നുള്ള അർത്ഥം പ്രതിഫലിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. പിന്നീട് രണ്ടാമതായിട്ട് ഷദ്ദുള്ളൊരു നൂനുണ്ട് അവിടെ, നബ്ലുവന്ന, അത് തഅ്കീദിന്റെ നൂൻ എന്നാണ് പറയാം. അതൊന്നുകൂടി ഊന്നി പറയുകയാണ്, നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന്. ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ, കുറച്ചൊക്കെ വിശപ്പും ഭയവും ഒക്കെ നൽകിയിട്ട് നിങ്ങളെ നാം പരീക്ഷിക്കും. സ്വാഭാവികമായിട്ടും മനുഷ്യൻ സമ്പന്നനാണെങ്കിൽ പോലും, പൈസ ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെയൊക്കെ ഘട്ടങ്ങൾ വരും. മുമ്പ് തമിഴ്നാട്ടിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ വലിയൊരു സമ്പന്നൻ വെള്ളപ്പൊക്കത്തിൽ വെള്ളം കുടിക്കാൻ വേണ്ടി, വെള്ളം കിട്ടാഞ്ഞിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി, വെള്ളപ്പൊക്കത്തിൽ ദാഹിച്ചിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി, വെള്ളപ്പൊക്കത്തിൽ വെള്ളം കുടിക്കാൻ പറ്റൂലല്ലോ, കിലോമീറ്ററുകൾ നീന്തി പോയിട്ടാണ് ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിച്ചതെന്ന്. ഇപ്പൊ നമുക്ക് വിശപ്പിനെ സംബന്ധിച്ച് പറഞ്ഞാൽ മനസ്സിലാകൂല, പക്ഷെ ചില ഘട്ടങ്ങളിൽ ബോധ്യമാകും. ചില ട്രെയിൻ യാത്രകളിൽ ഭക്ഷണം കിട്ടാതെ ചില ദുരന്ത യാത്രകൾ ഉണ്ടാവാറുണ്ട്. ഭക്ഷണം അപ്രാപ്യമാകുന്ന, അല്ലെങ്കിൽ ഭക്ഷണം മുന്നിലെത്തിയിട്ടും അത് കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥാവിശേഷം, ഇങ്ങനെയൊക്കെ പരീക്ഷിക്കുമെന്നാണ്. ഉൽ ഖൗഫ്, ഭയപ്പാടുണ്ടാകും, ഭീതി, ഭയം ജീവിതത്തിൽ. അത് ചിലപ്പോൾ ശത്രു ഭീഷണി കൊണ്ടായിട്ടുള്ള ഭയമായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും നിലയ്ക്കുള്ള ഭയമായിരിക്കാം നാം പരീക്ഷിക്കും. വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്, ശരീരനഷ്ടം, വിഭവനഷ്ടം, ധനനഷ്ടം, ഇങ്ങനെയൊക്കെ നാം പരീക്ഷിക്കും. ബിസിനസ്സിൽ ഏറ്റക്കുറച്ചിലുകൾ വരും, ജോലി നഷ്ടപ്പെടും, ഇഷ്ടപ്പെട്ട വ്യക്തികൾ മരണപ്പെട്ടു പോകും, നമ്മുടെ വിഭവങ്ങൾ, ഫലങ്ങൾ ഇല്ലാതെയാകും, സസ്യങ്ങൾ, കൃഷി, അതിലൊക്കെ വമ്പിച്ച നഷ്ടങ്ങൾ സംഭവിക്കും. ചിലയിടത്ത് ചിലപ്പം കൃഷിയിൽ നാശം സംഭവിക്കുമ്പോൾ ഇവിടെ വില കുതിച്ചുയരും. ഇടക്കണ്ടില്ലേ ഉള്ളിൻ്റെ ഒക്കെ വില, സ്വർണത്തിൻ്റെ വിലയാകുന്നു. ഇങ്ങനെ പലതും സംഭവിക്കും, പരീക്ഷണങ്ങളൊക്കെ വരും. അപ്പം നാനാജാതി പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ നിന്റെ നിലപാടെന്തായിരിക്കണം? ബശ്ശിരിസ് സ്വാബിരീൻ, നീ ക്ഷമയും സ്ഥൈര്യവും അവലംബിക്കണം. അങ്ങനെയുള്ളവർക്ക് താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കൂ എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബോധന ചെയ്യുന്ന രീതിയിൽ പരിശുദ്ധ ഖുർആൻ പറയുന്നത്. വബശ്ശിർ, സന്തോഷ വാർത്ത അറിയിക്കുക. അസ്വാബിരീൻ, ക്ഷമിക്കുന്നവർ, സ്ഥൈര്യം അവലംബിക്കുന്നവർ, പതറിപ്പോകാത്തവർ, പ്രതിസന്ധിയിൽ ഉറച്ചു നിൽക്കുന്നവർ, അവർക്ക് താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കുക. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ, ഇങ്ങനെ വല്ല ആപൽ ഘട്ടങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം വന്നാൽ അവർ പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് അവർ പറയും. ഞങ്ങൾ അല്ലാഹുവിനുള്ളതാണ്, നാം അല്ലാഹുവിലേക്ക് തന്നെ മടങ്ങിപ്പോവേണ്ടവരാണ്. പ്രിയമുള്ളവരെ, ഇത് മരിച്ചു എന്ന് കേൾക്കുമ്പോൾ ചെല്ലാനുള്ള കേവലം ദിക്റല്ല ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നുള്ളത്. അത് ജീവിതത്തിന്റെ ഒരു നിലപാടാണ്. പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ, പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊരു വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു നിലപാടാണ്. എന്ത് വന്നാലും ശരി, ഞങ്ങളുടെ മേൽ അല്ലാഹുവിന് അധികാരമുണ്ട്, സ്വാധീനമുണ്ട്. എൻ്റെ ശരീരവും ഞാനും, എൻ്റെ മുഴുവൻ വിഭവങ്ങളും, എൻ്റെ സന്താനങ്ങളും, എൻ്റെ കുടുംബവും, എൻ്റെ സമ്പത്തും മുഴുവനും അതെൻ്റേതല്ല. അതിൻ്റെ മിൽക്കിയത്ത്, അതിൻ്റെ മാലിക്ക് അത് അല്ലാഹുവാണ്. വ ഇന്നാ ഇലൈഹി റാജിഊൻ, എൻ്റെ ഇവിടെയുള്ള ജീവിതം വളരെ നിസ്സാരമാണ്, എൻ്റെ പോക്ക് റബ്ബിലേക്കാണ്, തിരിച്ചു പോകേണ്ടത് അവനിലേക്കാണ്. ഇങ്ങനെ ഒരു വിശ്വാസവും ഒരു നിലപാടുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളുമെല്ലാം മനക്കരുത്തോടെ, ഇച്ഛാശക്തിയോടുകൂടി തരണം ചെയ്യുവാൻ സാധിക്കുന്നതാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. നോക്കൂ നിങ്ങൾ,